സോ വെൽക്കം ബാക്ക് ഗൈസ് ടു വൺ ഓഫ് മൈ അനദർ വീഡിയോ. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 12 മാർച്ച് 13. ഓക്കെ, ഈ 2 ദിവസം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാം. എനിക്കറിയാവുന്നവർ ഞാൻ കുറച്ച് ലോസിലൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ 23rd തൊട്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. നാട്ടിലായതുകൊണ്ട് ഒരു ചെറിയ ട്രേഡ് ചെയ്യാതെ ഇപ്പോൾ ഇരിക്കും. ഓക്കെ, സോ 4 ഹവറിലേക്ക് നമുക്ക് ആദ്യം ഈ ദിവസം നോക്കാം, തേഴ്സ്ഡേ. എന്നിട്ട് നമുക്ക് ഫ്രൈഡേയിലേക്ക് പോകാം. ഓക്കെ, സോ ഡെയിലിയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ബൈ സൈഡ് ഉണ്ട്. ഓക്കെ, ഇതൊരു ബൈ സൈഡായിട്ട് കണക്കാക്കാം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഈ ഒരു ബൈ സൈഡ് എടുത്തു. എന്നിട്ട് ആ ഒരു നവംബർ ലോ എന്ന് പറയുന്നത് ആ ഒരു നവംബർ ലോയും എടുത്തായിരുന്നു. ഓക്കെ, സോ നവംബർ തന്നെയാണ് directly going to a 4 hour chart. Yeah, 1 hour. Okay, fine. So ഇതിനു മുന്നേ ഞാൻ എവിടെയാണ്? ഓക്കെ, എവിടെയാണ്? ഓക്കെ, ഫൈൻ. സോ നിങ്ങൾക്ക് കാണാൻ ഈ ഇത്ര പോസ്റ്റ് ക്യാൻഡിൽസ് ഒരു ഓവർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. 3 എണ്ണമാണ്, പക്ഷെ ഞാനിവിടെ 4 കൺസിഡർ. 1 2 3 4 5. ഓക്കെ, ഫൈൻ, സാരമില്ല. ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ കാണാൻ പറ്റും ഇച്ചിരി അവിടെ 4 ഓപ്പണിംഗ് ഗ്യാപ്പ് ഒന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. ജസ്റ്റ് പ്യുവർ പ്രൈസ് ആക്ഷൻ വെച്ചാണ് ഞാനില്ല. ഞാൻ ആക്ച്വലി ഒന്നും അത്ര നല്ല ഞാൻ മറ്റേ US100 വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അത്ര കിട്ടത്തില്ല. ഓക്കെ, സോ ഇവിടെയാണ് 9 മണി തുടങ്ങി താരേക്ക് വന്നു. ഓക്കെ, ഫൈ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഇൻവേർഷൻ സർവേലിയപ്പോൾ ഉണ്ട്, അവിടെ പോലും വന്നില്ല. ഓക്കെ, സോ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. മിനിറ്റിലേക്ക് പോവാം. 7 മണി ഇവിടെ തുടങ്ങി. ഇവിടെ തുടങ്ങി കുറച്ച് മണ്ടയ്ക്കോട്ട് പോയി. ആ ബൈ സൈഡ് ചെറുതായിട്ടൊന്ന് തൊട്ട് പൊടിക്ക് എടുത്തു. താഴോട്ട് വരാൻ തുടങ്ങി. ഇതാണെങ്കിൽ റിലേറ്റീവ് ഹൈസ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതിനോടൊപ്പം ഒരു ഫെയർ വാല്യൂ ക്യാപ്പ് ഇവിടെ ഉണ്ട്. ഇതിവിടെ ചെന്ന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് 9 മണിക്ക്. ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ കാണാൻ പറ്റും. എന്നിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. 15 മിനിറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടാണ്.
5 മിനിറ്റിലോടൊന്നും ഞാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഓക്കെ. ഞാൻ 15 മിനിറ്റ് ഗ്യാപ്പ് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഈ ഒരു ചെറിയ ഗ്യാപ്പാണ് എടുക്കുന്നത്. ഫൈൻ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, കുഴപ്പമൊന്നും. ബട്ട് ഫോർ ദ പ്രിസിഷൻ ഐ എം ടേക്കിംഗ് ദിസ് വൺ. ഫിഫ്റ്റീൻ മിനിറ്റിലേക്ക് വന്നപ്പോൾ ഈ ഉള്ള ഒരു 2 ചെറിയ മൈനർ ബൈ സൈഡ് എടുത്തു അല്ലേ, റിലേറ്റീവ് ചെറിയ ഹൈസ്. ആ ഒരു ബൈ സൈഡ് എടുത്തു, നല്ലൊരു ശക്തി ഷിഫ്റ്റ് താരോട്ട് വന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതെന്താ, നിങ്ങൾക്ക് ഇത് എന്താ ഏഷ്യൻ്റെ ആയിട്ട് കണക്കാക്കാം. ഇത് ലണ്ടൻ്റെ ഇവിടെ ഉണ്ട്. ഇതിന് ഒരു ചെറിയ ഷോർട്ട് ടൈം ഉണ്ട്. ഓക്കെ ഫൈൻ. സോ ഞാനിതിപ്പം ജസ്റ്റ് ഫോർ ദ ടൈം ബി മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇതെന്താ ഏഷ്യൻ്റെ. ഓക്കെ, സോ അതേ ഉള്ളൂ നമുക്കിപ്പോൾ ഉള്ളത് വെച്ച് 2 ലോസ് എന്ന് പറയാം. ഓക്കെ ഫൈൻ. സോ 8:30 എവിടെ, ഇതെന്തോ ഈ ഒരു ക്യാൻഡിൽ എന്താ ന്യൂസ് എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ള 8:30 ഇതാണ്. ഓക്കെ ഫൈൻ. ബൈ സൈഡ് ഇവിടെ എടുത്തു, നല്ലൊരു സക്സസ് ഷിഫ്റ്റ് വന്നു. ഇതെന്താ, ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഫൈൻ. സോ അതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്താൽ പോലും ആദ്യം ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടോ, എന്നിട്ട് ഞാൻ മറ്റേ ഇതിടാം. ഞാൻ ജസ്റ്റ് പോയിട്ട് റെഗുലർ ട്രേഡിംഗ് അവർ ഒന്ന് വന്നിട്ട്. ഓക്കെ ഫൈൻ. സോ നമുക്കിപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്, റൈറ്റ്? സോ ആ ഒരു ചെറിയ ബൈ സൈഡ് എടുത്തു, നമ്മുടെ ഇവിടെ ഓപ്പണായി. ഇവിടെ ഇത് ഓപ്പണായി. എന്താ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തന്നെ ഇവിടെ മാർക്കറ്റ് ഒന്ന് കഴിഞ്ഞാൽ താരോട്ട് പോകണം, പക്ഷേ അത് ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നു. ഒരു ബ്രേക്കറായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം, ആൻഡ് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഓക്കെ ഫൈൻ. സോ ആ 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു. ഓക്കെ,
ഓക്കെ, ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമായി. ആ ലോസും പിന്നെ ഞാൻ കൺസിഡർ ചെയ്ത രണ്ട് ലോസും ഉണ്ട്. ഓക്കെ, ഒന്ന് ഈ ഒരു ലോ 15 മിനിറ്റിൽ, പിന്നെ ഈ ഒരു 15 മിനിറ്റിൻ്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ 15 മിനിറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഈ ഒരു 15 മിനിറ്റിന് ലോയും. ഓക്കെ, രണ്ടും ഒരു സെൽ സൈഡാണ്. ഓക്കെ ഫൈൻ, മറക്കല്ല. ഓക്കെ, സോ നമ്മളിത് മാർക്കറ്റ് ഓപ്പണായി ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, തിരിച്ച് അടിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ എടുക്കും. ഓക്കെ, 5% ആയിട്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് ഐസൈറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ എടുത്തത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇതെടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് താരോട്ട് എടുക്കാമായിരുന്നു. റൈറ്റ്, സോ ഐ ഡോണ്ട് നോ. ബട്ട് ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഇതാണ് എടുത്തത്. ഞാനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ മിക്കവാറും നോക്കാറുണ്ട്. സോ ഇത് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. പുള്ളിക്കാരൻ പറഞ്ഞതല്ലേ, ഒരു പക്ഷേ ഇഫ് ദിസ് വിക്ക് വാസ് നോട്ട് ദെയർ, ഓക്കെ, ഇഫ് ദിസ് വിക്ക് വാസ് നോട്ട് ദെയർ, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മേ ബി, ഐ ഡോണ്ട് നോ. ഓക്കെ, മേ ബി. പക്ഷെ ഞാൻ എടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് I can consider this as a breakaway gap too. Okay, fine. So അങ്ങനെ അത് താരോട്ട് വന്നു. ഓക്കെ, എന്നിട്ട് വെയിറ്റ് ചെയ്തു ഞാൻ. ഓൾമോസ്റ്റ് ഇവിടെ ചെന്ന് റിയാക്ഷൻ തരുന്നുണ്ടോ നോക്കി. അപ്പോഴത്തേക്ക് ഈ ഒരു ടൈമുമാണ്. ഓക്കെ, ഒരു മാക്രോ ടൈമുമാണ്. പെർഫെക്റ്റ് ആയിട്ട് അവിടുന്ന് ഇത് തന്നു. നിങ്ങൾക്ക് വേണം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാം, പക്ഷെ ഞാൻ എടുത്തില്ല. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ നല്ലപോലെ തന്നു. ഞാൻ പറഞ്ഞ ഈ ഒരു ലോയും ഈ ഒരു ലോയും. ഓക്കെ ഫൈൻ, ആ ഒരു ലോയും മറ്റേ ലോയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, മറ്റെന്ത് ചെയ്തു, ഏതാണ്ട് ഈ ഒരു ടൈമൊക്കെ ആയിരുന്നു ഞാനിവിടെ ഒരു, പിന്നെ ആ ഒരു ഫസ്റ്റ് പെർസെൻറ്റ് ഫെയർവാല്യൂസിലേക്ക് പോയി. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് തരട്ട് വന്നു. ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് വർക്കാവുമെന്ന് വിചാരിച്ചു മണ്ടയ്ക്കോട്ടേക്ക്. അത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു, ഷിഫ്റ്റ് അല്ല സ്വീപ്പ് തന്നു. ഓക്കെ ഫൈൻ, എന്നിട്ട് താരേക്ക് വരാൻ തുടങ്ങി. ഇവിടെ താരേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു രണ്ട് പച്ച ക്യാൻഡിൽ എന്തോ ഒരു ബ്രേക്കർ ഓർഡർ ബ്ലോക്ക് ആവും. അവിടെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി ഈ ഒരു ക്യാൻഡിൽ അവിടേക്ക് വന്നേണ്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പച്ച ക്യാൻഡിൽ ഒരു എന്തായിട്ട് വർക്കാവും. ഈ ഒരു പച്ച ക്യാൻഡിൽ, അതായത് 5 മിനിറ്റിൻ്റെ ഈ ഒരു പച്ച ക്യാൻഡിൽ. ഓക്കെ, 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വർക്കാവും. റൈറ്റ്, സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്കപ്പോൾ അറിയാം ഇതല്ല, ഇതൊരു ഇതെന്ത് ചെയ്തു, ഈ ഒരു 1 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ചൂസ് ചെയ്തു. ഓക്കെ, 5 മിനിറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ എസ് എൽ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്തു. അതിൻ്റെ ട്രേഡ് എടുത്തു. ഓക്കെ ഫൈൻ, കാരണം ഇത് എന്നിട്ട് നമ്മൾ ഓപ്പണായി ഈ 0.5 വരെ പോലും പോകാൻ ഇതിനൊരു കെൽപ്പില്ലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് ടാർഗറ്റ് ചെയ്തു. ഫൈൻ, പെർഫെക്റ്റ് 3R 3.3R ആയി. ഇങ്ങനെയാണ് ഞാൻ ഇട്ടത്. ഓക്കെ,
എന്നിട്ട് അത് പോയി. ഓക്കെ, നമുക്കിതൊരു വീഡിയോ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഞാൻ വേറെ ഒരാളോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ലോ എടുത്തു. ഓക്കെ, ആ സെൻസർ എടുത്തു. 3R+ ഇവിടെ കിട്ടും. ഒരു 3.33 RR കിട്ടും. ഓക്കെ ഫൈൻ. ഒരു സെക്കൻഡ്. ഇവിടുന്ന് ഞാൻ ഇതിനകത്ത് ഞാൻ എടുത്തായിരുന്നു ആക്ച്വലി. ഓക്കെ ഫൈൻ. ആദ്യം ഇവിടെ നിന്നൊരു സ്റ്റോപ്പ് ലോസ് കിട്ടി. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ, എടുത്തു. എനിക്ക് ഓൺ ദ വേ താഴോട്ട് പോകുന്നതിൻ്റെ ആ പേര് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എടുത്ത് കുറച്ച് ക്വാണ്ടിറ്റീസ് ഈ ഒരു ടേക്ക് അവേക്കകത്ത്. അതെനിക്ക് ഇവിടെ SL അടിച്ചു, ഇവിടെ അല്ല. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഞാൻ എടുത്തു, പെട്ടെന്ന് തന്നെ SL അടിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്തു. ഓക്കെ, ആ ഒരു സ്ഥലത്തുനിന്ന് ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരു എൻട്രി കൊടുത്തു. എന്തായാലും ബ്രേക്ക് ഈവൻ ആയിരുന്നു. ഓക്കെ ഫൈൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ അതിൻ്റെ താരത്തെ ആ ഒരു സെൽ സൈഡ് ഞാൻ കണ്ടില്ലേ, അത് ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഇറങ്ങിയില്ല. ഞാനപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് രണ്ടാമെന്ന് വെച്ച് ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് ഈവൻ ഞാൻ കൊണ്ടിട്ടു. അതാണ് ഇവിടെ അടിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതായിട്ട് പോയി. അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ? ഓക്കെ, സോ അതത്രേ ഉള്ളൂ. ആ കളി അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരച്ചല്ലേ അവിടെ പോയി കൊടുക്കുക. സംഭവമല്ലേ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഒരു എൻട്രി എന്ത് ചെയ്യാം, ഇതാ എവിടം വരെ പോയാൽ നോക്കാം. ആ ഒരു ബൈ സൈഡ് എടുത്തു. 5% മുട്ടിയില്ല. ഈ ഒരു ചെറിയ ഫെയർ വാല്യൂ ഞാൻ പറഞ്ഞു, അവിടം വരെ പോയി. എന്നിട്ട് താഴെ പിന്നെയും വന്നു. ആ സെൽ സൈഡ് പിന്നെ എടുത്തു. എനിക്ക് ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ് എടുത്തു. തരുമോ? മറ്റേ ഇതിനകത്തല്ല എൻ്റെ എടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ ആ ഒരു ലോയോ എടുത്തു. ഞാൻ ആക്ച്വലി ഈ ഒരു പോക്ക് ഇവിടുന്ന് താഴോട്ട് വരുമെന്നാണ് വിചാരിച്ചത് ബേസിക്കലി. ഓക്കെ, വന്നില്ല, സാരമില്ല. നമുക്കിനി ഈ ഒരു ഫെയർവെയർ ഗ്യാപ്പ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ദിവസത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഫൈൻ.
Okay, so as you can see ഒരു ഫോട്ടോയും കൂടെ എടുത്തോട്ട് ഫോർ അവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ഞാൻ റെഗുലർ ട്രേഡിംഗ് അവർ ഇപ്പോൾ കുറച്ചിടത്തേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എൻ്റെ 4 അവറിൻ്റെ H4 OB. ഓക്കെ ഫൈൻ. ഈ ഒരു 4 അവറിൻ്റെ H4. ഓക്കെ, ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത്. എന്താ ബോഡീസാണ് എടുക്കുന്നത്. ഇതൊരു എന്താണ് പറയുന്നത്, ഓർഡർ ബ്ലോക്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം ഫോർ തേർഡ് മൊമെന്റ്. ഓക്കെ, സോ ആ ഒരു ഇവിടെ ചെന്നിട്ടാണ് മുംബൈക്കോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സെൽ സൈഡ് എടുത്തത് ലണ്ടൻ സെക്ഷനാണ്. ഓക്കെ, ഓക്കെ ഫൈൻ. സോ ഇനി ഞാൻ 1 അവറിലേക്ക് പോവാണ്. 1 അവറിലേക്ക് പോകുമ്പോൾ ഒരു 1 അവറിൻ്റെ ഈ ഒരു 1 അവർ കർവൽ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ആ ഒരു 1 അവറിൻ്റെ ആ ഒരു 1 അവർ കർവൽ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് ഇവിടെ കുറേ റിലേറ്റീവ് ഹൈസ് കാണാം. എല്ലാം ഞാൻ ചെറിയ ടൈം ഫ്രെയിം മാർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ 15 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു റിലേറ്റീവ് ഹൈസാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഈ ഒരു മൈനർ ബൈ സൈഡ് ഉദ്ദേശിച്ചു. ഈ ഒരു ബൈ സൈഡ് പിന്നെന്താണ്, പിന്നെ ലണ്ടനിലോ ഇതാന്ന് തോന്നുന്നു 830 അല്ലേ? അതല്ല ഇതാ, ഇത് 830. പിന്നെന്താ ഉള്ളത്, ആ ഒരു പൈസയുടെ ഈ ഒരു ഫെയർവേറ്റി ക്യാപ്പ്, ആ ഒരു ബ്രേക്കർ. ഓക്കെ, ആ ഒരു ബ്രേക്കർ. ഓക്കെ, ഇത്ര സാധനമാണ് ഞാൻ ഇന്നലെ എടുത്തത്. ഓക്കെ, ട്രേഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. പിന്നെ ഈ ഒരു RTH ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നലെ എടുത്തത്. ഓക്കെ ഫൈൻ. RTHൻ്റെ സെൽ സൈഡ് എന്ന് പറയുന്ന ഇതാണ്. RTHൻ്റെ ബൈ സൈഡ് ഞാൻ പറഞ്ഞ ഒരു കുറച്ച് ബൈ സൈഡ് ഇതുണ്ട്. ഇതൊരു ഓപ്പണിംഗ് ക്യാപ്പാണ്. ഓപ്പണിംഗ് ക്യാപ്പിൻ്റെ എന്താ പറയുന്നത്, ഒരു ഓപ്പണിംഗ് പ്രൈസ് ആണ് ഈ ഒരു 1 അവർ ഫെയർവാല്യൂവിൻ്റെ മിഡ് പോയിന്റ്. ഓക്കെ, ആ മിഡ് പോയിന്റ് വരെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ താരോട്ട് അടിച്ചു, ഒരു ലണ്ടൻ ലോ എടുത്തു. പിന്നുള്ള പ്രീവിയസ് സെക്ഷൻ ഈ ഒരു ലോ ആണ്. ഓക്കെ, ഈ ഒരു ലോ എടുത്തിട്ട് അല്ലേ, ആ ഒരു ലോ എടുത്തിട്ട് സാരമില്ല. 15 മിനിറ്റ്സ് ഇത് ഞാൻ എടുത്തല്ലോ.
ഓക്കെ ഫൈൻ. സോ ഡയറക്റ്റ്ലി 1 മിനിറ്റിലേക്ക് പോകണം. 15 മിനിറ്റിൽ ഒരു ചെറിയ സാധനം ഞാൻ മറന്നു. ഈ ഒരു ചെറിയ 15 മിനിറ്റ് വലിയ 15 മിനിറ്റ്. ഞാനൊരു സാധനം കൂടെ ഒന്ന് കൊണ്ടുവരുവാണ്. ഒരു സാധനം കൊണ്ടുവന്നു. ഓക്കെ സാരമില്ല. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. സോ കളി നടക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 കഴിഞ്ഞിട്ടാണ്. ഓക്കെ ഫൈൻ. സോ 9:30 നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതാണ് എന്താ, അതല്ല 8:30 ഇവിടെ തുടങ്ങിയില്ലേ. ഇവിടെ 8:30 തുടങ്ങിയില്ല. ഇത് ബൈ സൈഡ്, ഇതൊരു റിലേറ്റ് ഈക്വൽ സെൽ സൈഡായിട്ട് നമുക്ക് കണക്കാക്കാം. റിലേറ്റ് ഈക്വൽ ലോസ് ആയിട്ട്. ആൻഡ് പിന്നെന്താ, ഇതാണ് നമ്മുടെ എന്താ 7 o'clock ഇന്റർവൽ ലോഷില്ല. ഓക്കെ, സോ ഞാനത് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. വേറെ ഒരു സംഭവം ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അയ്യോ ശരി. ഈ ഒരു 1 hour സർവൈവൽ ഗ്യാപ്പ്. ഓക്കെ, ഈ ഒരു 1 hour സർവൈവൽ ഗ്യാപ്പിൻ്റെ അവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. കത്തര കൊത്തോട്ടെ. ഇനി 1 hourൻ്റെ ഒരു ഫോട്ടോ ഒന്നുകൂടെ ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. ഇതൊരു ഇച്ചിരി പൊട്ടയായിട്ട് തോന്നുന്നു. 1 hourത്തെ എത്ര ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്? ഓക്കെ, സോ അവിടെ ഒരു 1 hour, ഇവിടെ ഒരു ചെറിയ 1 hour ഉണ്ട്. ഓക്കെ, സോ ഇതാണ് 9:30 ശേഷം ഈ ഒരു ചെറിയ 1 hourലേക്കാണ് വന്നത്. ഓക്കെ ഫൈൻ. സോ യു ഡോണ്ട് ഹാവ് ടു അത്ര ഇത് അറിയുന്നതുകൊണ്ട് അത് കത്തര കൂത്തോ again. ഇത് ഓപ്പൺ ഇവിടെ ആയി, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, കുറച്ച് മണ്ടയ്ക്കകത്തേക്ക് പോയി. ഇതാണ് 0.5 ലെവൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ 0.5. ഇന്നലെ ഞാൻ മറ്റേ US100 നോക്കിയപ്പോൾ എൻ്റെ ഒരു മിഡ് പോയിന്റ് ആയിട്ടൊക്കെ വരും. ഓക്കെ, ഓക്കെ. സോ എന്നിട്ട് എന്ത് പറ്റി? ബൈ സൈഡ് ഇവിടെ എടുത്തു. ഞാൻ പറഞ്ഞ 15 മിനിറ്റിൻ്റെയൊക്കെ ബൈ സൈഡ് എടുത്ത് വന്നു. ഇത് പ്രീവിയസ് ഡേ ടോൾ 326 ഇന്നലത്തെയാണ് ഈ ഫസ്റ്റ് പെർസെൻറ്റേജ് സർവൈവൽ ഗ്യാപ്പ്. ഓക്കെ ഫൈൻ. ഒരു ഫസ്റ്റ് പെർസെൻറ്റേജ് സർവൈവൽ ഗ്യാപ്പിലേക്ക് വന്നു. ഓക്കെ ഫൈൻ. എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. താരേക്ക് വന്നു. എൻ്റെ മണ്ട വരെ പോയി. 1 hour സർവൈവൽ ഗ്യാപ്പ്. എന്നിട്ട് താരോട്ട് വന്നു. ഈ ഒരു സർവൈവൽ ഗ്യാപ്പ് കണ്ടോ? ഈ ഒരു സർവൈവൽ ഗ്യാപ്പ്, ഞാൻ ഈ ഒരു സർവൈവൽ ഗ്യാപ്പ് കൺസിഡർ ചെയ്തായിരുന്നു. ഓക്കെ, ഇതൊരു ഇൻവേർഷനായിട്ട് വല്ലതും യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, ഓക്കെ. ഇൻവേർഷനായിട്ട് അതിന് മുന്നേ വേറെ ഒരു സംഭവം എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു
ഒരു റിലേറ്റീവ് ലോസ് ഇത്ര എടുത്തു റൈറ്റ്. സോ ഇത്ര എടുക്കുന്ന ടൈമിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ എടുത്തു, ഈ ലോയും എടുത്തു, നമ്മൾ എവിടേക്ക് വന്നു? ആ ഒരു 0.25 എന്ന് പറഞ്ഞ ലെവലിലേക്ക് വന്നു റൈറ്റ്. ഈ ലോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാമല്ലോ. ഇതെന്താണ് നമ്മുടെ അന്നത്തെ ഫസ്റ്റ് പെർസെൻറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഓക്കെ ഫൈൻ. അതായത് അത്ര നല്ല എൻട്രി ആയിരുന്നു. നമ്മൾ ചെയ്യാനായിട്ട് ഒന്നും എടുത്തില്ല, കാരണം ഞാൻ പറഞ്ഞു ഞാൻ 23 തൊട്ടേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ഫൈൻ. മെയിൻ റീസൺ അതാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ. ഓക്കെ, പക്ഷെ മറ്റതിനകത്ത് എടുക്കാൻ ഞാൻ ആ ടൈമിൽ താഴോട്ട് എന്താ പോയേക്കുമായിരുന്നു. മണ്ടക്കിരിക്കുന്നതാണ് ഞാൻ അന്വേഷിച്ചത്. ഞാൻ താഴോട്ട് എന്താ പോയേക്കായിരുന്നു ഈ ഒരു ടൈമിൽ. ഇന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കുമായിരുന്നു. അതായത് എന്ത് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, റെഗുലർ ട്രേഡിംഗ് ഓപ്പണിംഗ് ഗ്യാപ്പ് വരെ വന്നു. പ്യുവർ എൻട്രി, അതായത് ഡയറക്റ്റ് എൻട്രി ഇവിടെ. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. ഈ ഒരു ക്യാൻഡിൻ്റെ താരമില്ല ഇടാം. 25 പോയിന്റ് ഇട്ടാലും സാരമില്ല. ഇത് ഇവിടെ എല്ലാം ടാർഗറ്റ് ചെയ്യാം. 3 പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതെല്ലാം 25 പോയിന്റ് ഇട്ടാലും സാരമൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, 25 പോയിന്റ് 25 പോയിന്റ് പിടിച്ചാൽ തന്നെ 5-6 25 പോയിന്റ്. ഓക്കെ, അതായത് ഇതെന്തോ H4ൻ്റെ ഓർഡർ ബ്ലോക്ക് വരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു 5 കിട്ടും. ഓക്കെ, ആ നല്ലൊരു എൻട്രി ആയിരുന്നു. ഓക്കെ, SL ഇവിടെ ആൻഡ് ടാർഗറ്റ് ഫോർ ദിസ് ബൈ സൈഡ് ഓർ ദാറ്റ് 4 hours ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ആട്ടക്കട്ടിയൊക്കെ അവിടെയൊക്കെ നല്ലൊരു ഇതായിരുന്നു. ഓക്കെ ഫൈൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു SMT ഉണ്ട്. ഓക്കെ, നിങ്ങൾ SNP നോക്കിക്കഴിഞ്ഞാൽ ഈ ലോസ് ഒന്നും എടുത്തിട്ടില്ല. SNP എടുത്ത മാക്സ് ടു മാക്സ് ലോ എന്ന് പറയുമ്പോൾ ഉണ്ട്, ഈ ഒരു ലോ പോലും എടുത്തിട്ടില്ല കേട്ടോ. 8.25 ലോ പോലും ഇവിടെ എടുത്തിട്ടില്ല. അതായത് ഈ ഒരു ലോ പോലും എടുത്തിട്ടില്ല എന്നർത്ഥം. ഇതാന്ന് തോന്നുന്നത്. എന്തായാലും ഇവിടെ SMT ഉണ്ടല്ലോ, ആരുമില്ല. ഇവിടെ എടുത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മണ്ടയ്ക്കോട്ടത്. ഞാൻ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. ഈ ഫസ്റ്റ് പെർസെൻറ്റ് ഫെയർ വാല്യൂ കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്കൊരു 3 ഇവിടെ എടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിങ്ങളൊരു $200 ഞാൻ റിസ്ക് ചെയ്തെങ്കിൽ ഞാൻ അടുത്ത ട്രേഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പോൾ ഇത് എവിടം വരെ വന്നു, താരോട്ട് വന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തായിരുന്നു. ഇവിടുന്ന് എന്തോ ഒരു ട്രേഡ് എടുത്തായിരുന്നു. കാരണം ഈ ഒരു എന്താ പറയുന്നത്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു ഫസ്റ്റ് പെർസെൻറ്റിന് താരെ ക്ലോസ് ആയതിനു ശേഷമുള്ള ഒരു ഇതിലാണ് ഞാൻ എടുത്തത്. ഇവിടെ സെറ്റ് വെച്ചു. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇവിടെ ക്ലോസ് ആയതിനു ശേഷം ഇവിടുന്ന് ഒരു എൻട്രി ഞാൻ എടുത്തു. ഇത് ജസ്റ്റ് ഈ ഒരു എന്താ പറയുന്നത്, ഇതെന്താ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞങ്ങൾക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ,
അതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ബ്രേക്ക് അവേ ഗ്യാപ്പ് വരെ പോയി. ഞാനിത് എസ് ഇവിടെയാണ് വെച്ചത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, താരോട്ട് വന്നു. സോ വാട്ട് ഇറ്റ് വിൽ ബിക്കം, ഈ ഒരു പച്ചക്ക് എനിക്ക് എന്താവും. ആ ഒരു 1 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ആവും. തിരിച്ച് എന്ത് പറ്റും, ആ ഒരു ഫസ്റ്റ് പെർസെൻറ്റേജ് സർവൈവ് ഗ്യാപ്പിലേക്ക് വന്നു. പിരമിഡ് എൻട്രി ഇവിടെ എസ് ഫസ്റ്റ് എൻട്രി ഇതാണ് പെർഫെക്റ്റ്. ഓക്കെ, 830 ഇവിടാണ്. ഇത് പെർഫെക്റ്റ് എൻട്രി ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ സെറ്റ് ഓർ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഇവിടെ 25 പോയിന്റ് സെറ്റ് വെച്ച് ഞാൻ ചെയ്തൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ എൻ്റെ ടാർഗറ്റായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വെച്ചു. അല്ല ഈ അല്ല, ഇത് ഇറങ്ങി വെച്ചു. ഈ 0.5 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ താരം കാണിച്ചു. ഈ ഒരു സെൽ സൈഡ് കണ്ടോ, ഇവിടെ ഞാൻ രണ്ടാമത്തെ എൻ്റെ TP2 വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടുന്ന് എന്നിട്ട് ഒരു എൻട്രിയും എടുത്തി. ഇന്നലത്തെ ഫസ്റ്റ് കസ്റ്റമർ സർവൈവ് ഗ്യാപ്പിൽ അത് മാത്രമല്ല ഈ ഒരു ഇൻവേഷൻ സർവൈവ് ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ, അവിടെ നിന്ന് എടുത്തു. അതുമല്ല നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ ദർ ആർ 1 2 3 കൺഫർമേഷൻ. നമുക്കിവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് അവിടെ നല്ലൊരു റെസ്പെക്ട് ചെയ്തു. ആൻഡ് വി ആർ അബവ് 830 ആൻഡ് വി ആർ അബവ് 1230 മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, എടുത്ത് താരോട്ട് വന്നു. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഞാൻ ചെറുതായിട്ട് പേടിച്ചത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ലെവൽ പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് റിയാക്ഷൻ തരാൻ തുടങ്ങി. ഈ ഒരു ഡൗൺ കോസ്റ്റ് ക്യാൻഡി ഉണ്ടോ, ഈ ഡൗൺ കോസ്റ്റ് ക്യാൻഡിൻ്റെ മണ്ടയ്ക്ക് ഇത് ക്ലോസ് ആയി. ഞാനിപ്പോൾ വിചാരിച്ച് ഇത് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആവുകയാണെങ്കിൽ തന്നെ ഇത് ഇനി മണ്ടയ്ക്കോട്ട് വരുന്നത് അതൊരു ബ്രേക്കറായ നല്ല. പക്ഷേ ഇതിന് പറ്റി ഇവിടെ താരോട്ട് വന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡ് ഇതിന് താഴെ തന്നെ ക്ലോസ് ആയി. ഞാനിപ്പോൾ ഈ എസറ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചു. അപ്പോൾ എന്ത് പറ്റി, ഡയറക്റ്റ് ആയിട്ട് പോയി എസറ്റ് അടിച്ചു. ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. ഒരു എൻട്രിയും കൂടെ എടുത്തായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 50 മിനിറ്റ് കണ്ടില്ലേ, 50 മിനിറ്റ് സർവൈവ് ഗ്യാപ്പിലേക്കൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ 50 മിനിറ്റ് സർവൈവ് നോക്കിയില്ലെന്നല്ല, നോക്കി. പക്ഷേ എനിക്ക് മറ്റേ ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് പെർസെൻറ്റ് സർവൈവ് ഗ്യാപ്പിലോട്ട് ഇന്നലെ പോയ പോലെ എനിക്ക് തോന്നി. ഓക്കെ, അവിടം വരെ പോയി. പിന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, താഴോട്ട് ഇടിക്കും തുടങ്ങി. സോ ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഇതൊക്കെ എടുത്തുക, എന്നിട്ട് എന്ത് ചെയ്തിട്ട് താഴോട്ട് അടിച്ചു. ഇവിടെ ഞാൻ ഈ ഒരു സർവൈവ് ഗ്യാപ്പിൽ ഞാൻ എൻട്രി എടുത്തു. ഇവിടെ എന്തോ എസെറ്റ് വെച്ചു, സെയിം ടാർഗറ്റ്. ഒക്കെ വലിയ ആർമൊന്നുമില്ല, ബട്ട് 2R എന്തോ ഉണ്ടായിരുന്നു. 1 പോയിന്റ് ഞാൻ ഇത്രയാണ് വെച്ചത്. ഇവിടെ നിന്നാണ് ഞാൻ വെച്ചത്. ഓക്കെ, ഈ ഒരു എൻട്രി എടുത്തു. ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഫസ്റ്റ് ടാർഗറ്റാണ്, ഇതെൻ്റെ ലാസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അതിന് താഴോട്ടൊന്നും എനിക്ക് കാണുന്നില്ല. എനിക്ക് ഇതൊന്നും വേണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ഓക്കെ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 5-6 ഇന്നലെ നല്ല ദിവസമായിരുന്നു. ഇത് നല്ല പോലെ സത്യമായിട്ട് ഞാൻ ഇന്നലെ എനിക്ക് കുറച്ചൊക്കെ ഒരു പ്രോഫിറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ഡ്രോ ഡൗണിലൊക്കെ എല്ലാവരും ഞാൻ നല്ല ഒരു എടുത്തത്. നല്ല ഇന്ന് എടുക്കാം. പിന്നെ താഴോട്ട് വന്നു ഒരു 11:30 എനിക്ക് തോന്നുന്നു. ആ ഒരു റേഞ്ചിലൂടെ എല്ലാ ടാർഗറ്റും എടുത്തു കഴിഞ്ഞു. ലണ്ടനിലെ വരെ എടുത്തു, കണ്ടില്ലേ. സോ ദാറ്റ് വാസ് ദ ട്രേഡ്. ഓക്കെ ഫൈൻ. സോ ഞാൻ എൻട്രീസൊക്കെ മാർക്ക് ചെയ്ത് തരാം. ഇതായിരുന്നു എൻ്റെ TP1.
ഇവിടെയാണ് എൻ്റെ TP2. ഓക്കെ. Okay, so ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ ഒരു ഇച്ചിരി ഇച്ചിരി മണ്ടയ്ക്കോട്ട് ഇവിടെ കൂടെ വരുവാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു 5%, അതായത് കറണ്ട് 5% സർവേ ക്യാപ്പിംഗ്. ഓക്കെ, പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സർവേ ക്യാപ്പിംഗ് ആണെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷേ സാരമില്ല, പോട്ടെ. ഈ ഒരു 2 എൻട്രീസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുമായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുമായിരുന്നു. ആ ഒരു ലണ്ടനിലോ ടാർഗറ്റ് ചെയ്യുകയാണ്, അതായത് ഒരു $2000 എങ്ങനെ പോയാലും കിട്ടിയത്. So I think you can get a screenshot if you need. TP2 എന്തിനാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് കേട്ടോ. Okay, fine. So I think that's all for the day, guys. So ഇന്നലെ നല്ല ദിവസമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇത്ര നല്ല ദിവസം ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. Who knows? So ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞ് ഇത് കണ്ടോ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മൂവി ഒരു 1% സർവൈവൽ ഗ്യാപ്പ് ഇന്നലത്തേക്ക് വന്നത്. ഞാൻ ഇതുകൊണ്ടാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ എടുക്കാഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇവിടുന്ന് ഞാൻ അടുത്ത എൻട്രി എടുത്തു. ഓക്കെ, ഞാൻ പിന്നെ ഇവിടുന്ന് എടുത്ത ഞാൻ ഒന്ന് ഇവിടുന്ന് 0.5 കളഞ്ഞു, ഒന്ന് ഈ ഒരു ലോയിൽ നിന്ന് കളഞ്ഞു. എന്തിനാ എക്സിറ്റ് ആയി? ഇവിടെ സെല്ല് ചെയ്തു. അങ്ങനെ ഈ ഒരു ചെറിയ ലോട്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ സെല്ല് ചെയ്യാൻ എനിക്ക് അറിയാണ്ട്. ഇങ്ങനെയുണ്ട് 0.1. ഇതാരും സിറ്റി. ഞാൻ ആക്ച്വലി ഇവിടെ സെല്ല് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ I think that's all for the day, guys. Hope you എന്തെങ്കിലും കുറച്ച് ഇൻഫർമേഷൻ കേട്ടെന്ന് വിചാരിക്കുന്നു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അത്രയും നാളത്തേക്ക് ഗുഡ് ബൈ. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും ഇപ്പോഴല്ല കാണാൻ പോകുന്നതാണ്. സ്റ്റിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞാണ്. Have a great weekend. Okay, so see you in the next video. Okay,
ഈ ഒരു ആഴ്ചയും കൂടെ പോട്ടെ. നാട്ടിലുണ്ട്, എന്തായാലും നല്ലവരെ കഴിക്കണം.